നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഓർത്ത് ഇന്ന് ഞങ്ങൾ നന്ദിയോടങ്ങെ സ്തുതിക്കുന്നു. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം പൂർവ്വപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കൂടി വന്നതുപോലെ ഈ പട്ടണത്തിൽ ഞങ്ങൾക്ക് നിന്നെ ആരാധിപ്പാനുള്ള അവസരം നൽകിയിരിക്കുന്നു എന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങൾ അങ്ങേ ആരാധിച്ചതിന് ശേഷമായി എത്രയോ അപകടങ്ങൾ ഞങ്ങൾക്കുണ്ടാകാമായിരുന്നു, എന്തെല്ലാം വിഷമങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരാമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച സ്നേഹത്തോടെ ഞങ്ങളെ നടത്തിയ ദൈവമേ, നന്മയൊന്നും മറന്നു പോകാതെ നന്ദി കരയേറ്റുവാൻ എന്ന് പോൽക്കാലം ഞങ്ങൾക്ക് നീ കൃപ തരണമേ. ന്യായമായ ശിക്ഷയിൽ ഏർപ്പെടുവാൻ ഞങ്ങൾ എന്നേക്ക് നിത്യ നരകത്തിൽ കിടക്കുവാൻ മാത്രം യോഗ്യതയുള്ളവരായിരുന്നു. എന്നാൽ നീ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ ശിക്ഷയെല്ലാം പാപമില്ലാത്ത പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത ദൈവസ്നേഹം ഓർക്കുവാൻ, അത് പാടുവാൻ, സ്തുതിക്കുവാൻ, ധ്യാനിക്കുവാൻ, ഇന്ന് നിന്നോടടുക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഈ രാവിലെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. ആരാധനയ്ക്ക് വരാനുള്ളവരെല്ലാവരും വേഗം വന്നു ചേരുവാൻ ഇടയാക്കണം. ഞങ്ങളുടെ സൺഡേ സ്കൂളിനായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ. രാവിലെ തിരുവചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം തെളിയിച്ചു തരണമേ. അത് കത്തിക്കൊണ്ടിരിക്കുവാൻ ഇടയാക്കണമേ. ഇപ്പോൾ കാലം ആരാധിച്ചു ബലപ്പെടുവാൻ, ആരാധനയുള്ള വിടുതൽ അനുഭവിപ്പാൻ നിന്റെ ജനങ്ങളാകുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കൃപ തരുമാറാകണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ആരാധന ഏൽപ്പിക്കുന്നു. ഈ ആരാധനാ സ്ഥലത്തെ ചുറ്റുപാടുകളെ എല്ലാം ദൈവാത്മാവ് തന്നെ നിയന്ത്രിച്ചു കൊള്ളണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ അടയങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ലേഖനത്തിൽ കർത്താവായ യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ള വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേഖനകാരൻ 4 ആർഗ്യുമെന്റുകൾ അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. ആ 4 ആർഗ്യുമെന്റുകൾ 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമതായിട്ട് അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഹെഡിങ് തന്നെ, ടൈറ്റില് തന്നെ യേശു ക്രിസ്തുവിൻ്റെത് വളരെ സുപ്പീരിയർ ആയിട്ടുള്ളതാണെന്നുള്ളത് ചിന്തിച്ചു. രണ്ടാമതായി യേശു ക്രിസ്തുവിനെ ഓർഡൈൻ ചെയ്തത് അല്ലെങ്കിൽ നിയോഗിച്ചത് പിതാവായ ദൈവമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അവരേക്കാൾ ശ്രേഷ്ഠമായ ഓർഡിനേഷൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന് കാണുവാനായി സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ഒരു ഇസ്രായേലിലെ പുരോഹിതന് തെറ്റിപ്പോകുന്ന, ഇഗ്നോറന്റ് ആയിട്ടുള്ളതായ, അറിവില്ലാത്ത ജനങ്ങളോട് സിമ്പതി തോന്നുവാൻ പരിമിതികളുണ്ട്. എന്നാൽ പാപൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ നമ്മളോട് സഹതാപം തോന്നുവാനാണ് എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാൻ തക്കൊന്നിടയായി തീർന്നത്. അടുത്ത ഒരു വിഷയം ഇവിടെ പ്രസ്താവിക്കുന്നത് 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും 9-10 വാക്യങ്ങളും ചേർത്തുള്ളതാണ്. അതിന് നമുക്ക് പറയുവാനായി സാധിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ യാഗം സുപ്പീരിയർ ആയിട്ടുള്ള ശ്രേഷ്ഠമായ യാഗമാണ്. സുപ്പീരിയർ സാക്രിഫൈസ്. 3-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപം അർപ്പിക്കേണ്ടവനുമാകുന്നു. ഇസ്രായേലിലെ പുരോഹിതനെ കുറിച്ച് പറയുകയാണ്. എല്ലാ ഇസ്രായേലിലെ പുരോഹിതന്മാരും, പഴയ നിയമത്തിലെ പുരോഹിതന്മാരെല്ലാം ജനത്തിനു വേണ്ടി പാപപരിഹാരം നടത്തുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടി യാഗം അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ലേവ്യാപുസ്തകം 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു ഇസ്രായേലി മഹാപുരോഹിതൻ മഹാപാപരിഹാര ദിവസം പാപയാഗം അർപ്പിക്കുക, ജനത്തിന്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരമായി യാഗം അർപ്പിക്കുന്നതിന് മുമ്പായി ആദ്യമേ ചെയ്യുന്നത് തന്റെ പാപത്തിന് വേണ്ടി യാഗം അർപ്പിക്കും. തന്റെ പാപത്തിന് വേണ്ടി ഒരു യാഗം അർപ്പിച്ച് ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിച്ചതിന് ശേഷമായിട്ടാണ് മഹാപുരോഹിതൻ ജനത്തിന്റെ പാപത്തിന് വേണ്ടി യാഗം അർപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് 9-10 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മുമ്പുള്ള വാക്യങ്ങൾ നാം വായിച്ചു. തനിക്ക് വേണ്ടി ഒരു യാഗം അർപ്പിക്കേണ്ടതായ ആവശ്യം യേശു ക്രിസ്തുവിനില്ല.
സാധാരണ മനുഷ്യരെ പോലെയോ ഇസ്രയേലിൽ നിന്ന് എടുക്കുന്ന ഒരു പുരോഹിതനെ പോലെയോ അല്ല. യേശുക്രിസ്തു പിതാവുമായിട്ടുള്ളതായ ആ റൈറ്റ് റിലേഷൻഷിപ്പിലാണ് എപ്പോഴും. ഒരു പിതാവായ ദൈവമായുള്ള ബന്ധത്തിന് ഒരു വിഘ്നം വന്നിട്ടില്ല, ഒരു കുറവ് വന്നിട്ടില്ല. തന്നെയുമല്ല, തനിക്ക് ശുദ്ധീകരണത്തിന്റെ ആവശ്യവുമില്ല. താൻ ഏറ്റവും വിശുദ്ധനായ, വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവമായി പിതാവുമായുള്ള നല്ല സംസർഗത്തിൽ തന്നെ ആയിരിക്കുന്നത് കൊണ്ട് തനിക്ക് വേണ്ടി ഒരു യാഗം അർപ്പിക്കേണ്ട ആവശ്യം യേശുക്രിസ്തുവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ യാഗം അത് ഏറ്റവും പരമമായ യാഗമാണ്, സുപ്പീരിയർ ആയിട്ടുള്ള യാഗമാണ്. രണ്ടാമതായി ഈ അതിപരിശുദ്ധ ദിവസം, മഹാപാപരികാര ദിവസം എന്ന് പറയുന്നത് എല്ലാ വർഷമുണ്ട്. ഈ വർഷമുണ്ട്, അടുത്ത വർഷമുണ്ട്. ഈ വർഷം യാഗം കഴിക്കുന്നു, അടുത്ത വർഷം യാഗം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ജനത്തിന്റെ പാപങ്ങൾ എന്നേക്കും പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ദേവാലയം ഉള്ളിടത്തോളം, യാഗവും നിയമവും ഉള്ളിടത്തോളം ഇസ്രായേൽ ജനത്തിന് നടുവിൽ അത് നിന്നു പോകുന്നില്ല, എന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നേക്കുമുള്ള പരിഹാരം വന്നിട്ടില്ല, അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എല്ലാ വർഷവും മഹാപാരികാര ദിവസമുണ്ട്. എല്ലാ പുരോഹിതന്മാരും ആരാധനയ്ക്കായി യാഗം അർപ്പിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ അത് എന്നേക്കുമുള്ളതായ വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി ഒരു യാഗത്തിൻ്റെതായ ആവശ്യമില്ല. പഴയ നിയമ യാഗങ്ങളെല്ലാം ഇസ്രായേൽ മക്കൾ അനുഷ്ഠിച്ച എല്ലാ യാഗങ്ങളും ക്ലെൻസിങ് മാത്രം, ഒരു കവറപ്പ് മാത്രമായിരുന്നു ചെയ്തിരുന്നത്, മറയ്ക്കുവാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. ആ യാഗമെല്ലാം പരിപൂർണതയിലെത്തിയത്, അല്ലെങ്കിൽ ആ യാഗമെല്ലാം അതിന്റെ നിവൃത്തിയിൽ വന്നത് യേശുക്രിസ്തു പരമയാഗമായി തീർന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഹാബേൽ മുതൽ പഴയ നിയമ ഭക്തന്മാർ അനുഷ്ഠിച്ച യാഗങ്ങളൊന്നും വാഹിടാകുകയില്ലായിരുന്നു. എന്നാൽ ആ യാഗങ്ങളെല്ലാം പൂർത്തീകരണത്തിലെത്തിയത്, അല്ലെങ്കിൽ അതിന്റെ നിവൃത്തിയിലെത്തിയത് യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നതുകൊണ്ടാണ്. 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പദപ്രയോഗം നോക്കുക. ഏവർക്കും, തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എറ്റേണൽ സാൽവേഷൻ, ഹിം ദ സോഴ്സ് ഓഫ് എറ്റേണൽ സാൽവേഷൻ. യേശുക്രിസ്തുവിന്റെ യാഗം കൊണ്ട് എന്നേക്കുമുള്ള രക്ഷ പ്രാപിപ്പാൻ തക്കനിടയായി തീർന്നിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ പ്രത്യേകത അത് തനിക്ക് വേണ്ടി ഒരു യാഗം അർപ്പിക്കേണ്ട ആവശ്യമില്ല. താൻ പരിശുദ്ധനാണ്, അതുകൊണ്ട് ലേവ്യ പുരോഹിതനേക്കാൾ താൻ ശ്രേഷ്ഠനാണ്. യേശുക്രിസ്തുവിന്റെ യാഗം എന്നേക്കുമുള്ളതായ രക്ഷ വരുത്തിയിരിക്കുന്നു. അത് എറ്റേണലാണ്, അതിന് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം 9-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, അനുസരണം പഠിച്ച് തികഞ്ഞവനായി, മെയ്ഡ് പെർഫെക്റ്റ് എന്നുള്ള ഒരു പദപ്രയോഗമുണ്ട്. അനുസരണം പഠിച്ചു തികഞ്ഞവനായി. അപ്പോൾ യേശുക്രിസ്തു പെർഫെക്റ്റ് അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും ആ വാക്യം വായിക്കുമ്പോൾ. അതിന്റെ അർത്ഥം യേശുക്രിസ്തു ഇംപെർഫെക്റ്റ് ആണ് എന്നുള്ളതല്ല. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കഷ്ടങ്ങളാൽ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്നു, യുക്തമായിരുന്നു എന്ന് നമ്മൾ വായിച്ചു. തികഞ്ഞവനാക്കുന്നു എന്നുള്ളതിന് മെയ്ഡ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അവൻ തന്റെ കഴിഞ്ഞ ആഴ്ചയിലും ചിന്തിച്ചതുപോലെ ഈ ലോകത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഹെവൻലി മിനിസ്ട്രി അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം ചെയ്യുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവനായി തീർന്നു. എക്വിപ്ഡ് ഫോർ ഹെവൻലി മിനിസ്ട്രി എന്നുള്ള അർത്ഥമാണ് അവിടെ കാണുവാനായി സാധിക്കുന്നത്. അങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗം നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ ഈ 4 കാരണങ്ങൾ വളരെ മനോഹരമായി ലേഖകൻ ഈ ലേഖനം വായിക്കുന്ന അല്ലെങ്കിൽ എബ്രായ ക്രിസ്ത്യാനികൾക്ക് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ടൈറ്റില്, യേശുക്രിസ്തുവിന്റെ നമ്മൾ ചിന്തിച്ചത് എന്തുവാണ്? യേശുക്രിസ്തുവിന്റെ ഓർഡിനേഷൻ, യേശുക്രിസ്തു മഹാപുരോഹിതന്മാരെക്കാൾ സിമ്പതിയുള്ളവനാണ്, യേശുക്രിസ്തുവിന്റെ യാഗം സുപ്പീരിയർ ആയിട്ടുള്ള യാഗമാണ്. ഇതെല്ലാം വളരെ മനസ്സിലാക്കി കൊടുത്തെങ്കിലും എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനങ്ങൾ അതുപോലെ
കേൾക്കാൻ മനസ്സില്ലാതെ വീണ്ടും ലേവ്യ പൗരോഹിത്യത്തിലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് പ്രേരണ വരുന്നതിന്റെ കാരണം എന്താണ്? അതാണ് അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായി സാധിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 11 മുതലുള്ളതായ വാക്യങ്ങൾ, 6-ാം അധ്യായത്തിന്റെ ഒടുവരെയുള്ളതായ വാക്യങ്ങൾ വേറൊരു പോർഷനാണ്. അതിന്റെ ഹെഡിങ് നമുക്ക് കൊടുക്കുവാനായി സാധിക്കുന്നത് സ്പിരിച്വൽ പ്രോഗ്രസ്. ആത്മീയമായി മുന്നോട്ടൊരു പോക്ക് എല്ലാ വിശ്വാസികൾക്കും ആവശ്യമാണ്. ജനിച്ച ഒരു കുഞ്ഞ് വളരണം. വളർന്നില്ല എങ്കിൽ അതിന്റെ മാതാപിതാക്കൾക്ക് അതെന്നും ദുഃഖമാണ്, എന്നും വിഷമമാണ്. മാതാപിതാക്കൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എപ്പോഴും നോക്കുന്നത് അതിന്റെ കൈ വളരുന്നുണ്ടോ, അതിന്റെ കാല് വളരുന്നുണ്ടോ, അതിന് വളർച്ച എത്രത്തോളം ഉണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ ഒരല്പം വളർച്ച കുറവാണെന്ന് തോന്നിയാൽ നമ്മൾ അതിന് കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്നു. നമ്മൾ അവരോട് പറയുന്നു, എനിക്ക് ഇന്ന ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഇതുപോലെ ആത്മീയമായി വീണ്ടും ജന്മം പ്രാപിച്ചാൽ പോരാ, മച്യൂരിറ്റിയിലേക്ക് ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കേണ്ട ഒരു ദൈവത്തിന്റെ ഘടനയാണ്. ഇവിടെ നമ്മൾ ഈ ഭാഗം വായിച്ചാൽ അതിന്റെ 5-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ കുറവാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ടും തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയം ഇല്ലാത്തവരല്ല, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം കുറഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഈ 11-ാം വാക്യത്തിൽ പറയാണ് അവർക്കുള്ള കുഴപ്പം എന്താണ്? നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നിരിക്കുന്നു. 6-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 6-ാം അധ്യായത്തിന്റെ 20 വരെയുള്ള വാക്യങ്ങളും ഇത് തന്നെയാണ്. 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, ഡൾനെസ്, ഇത് രണ്ടും ഒരേ പദത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. മാന്യമുള്ളവരായി തീർന്നു, മന്ദതയുള്ളവരായി തീർന്നു എന്ന് പറഞ്ഞാൽ ആത്മീയമായി മെച്യൂരിറ്റി പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി തീർന്നിരിക്കുന്നുണ്ട്. അനേക കാര്യങ്ങൾ ലേഖനകാരൻ പറയാൻ ആവശ്യമാണ്, എന്നാൽ ഇത് തെളിയിച്ചു തരാൻ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഡള്ളായി തീർന്നിരിക്കുകയാണ്, മാന്യമുള്ളവരായി തീർന്നിരിക്കുകയാണ്. മഹാപുരോഹിതൻ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെ കുറിച്ച്, ഹെവൻലി പ്രീസ്റ്റ്ഹുഡിനെ കുറിച്ച് താൻ പറഞ്ഞു വരുമ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള ഭാഗമാണ്. അത് പറഞ്ഞു വരുമ്പോൾ അപ്പോസ്തലനൊരു സംശയം, ഈ എഴുത്തുകാരനൊരു സംശയം, ഇത് മനസ്സിലാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ, ഗ്രഹിക്കാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് തന്റെ കൺസേൺ ആയിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മളെ ഈ പോർഷൻ സ്പിരിച്വൽ പ്രോഗ്രസ്, ആത്മീയമായുള്ള മുന്നേറ്റം, അതിന്റെ 3 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ വായിച്ച 11 മുതൽ 14 വരെയുള്ള വാക്യത്തിന് ആത്മീയമായി മച്വർ ആകാത്ത ഇമ്മച്വറിന്റെ മാർക്കുകൾ, അടയാളങ്ങൾ എന്തൊക്കെയാണ്, സ്പിരിച്വലായി മച്വർ ആകാത്തതിന്റെ മാർക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ വായിക്കുന്നത്. അത് നമ്മൾ ഇപ്പൊ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. 2-ാമത് 6-ന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ സ്പിരിച്വൽ മച്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വിളി, കോൾ ടു ദ സ്പിരിച്വൽ മച്യൂരിറ്റി, അതാണ് 6-ന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ വിഷയം. ബാക്കി 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ബേസിസ് ഫോർ സ്പിരിച്വൽ സെക്യൂരിറ്റി, ആത്മീയമായ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ളതായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ സ്പിരിച്വൽ പ്രോഗ്രസ്, അതിന്റെ മാർക്ക് എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ, ഒന്നാമതായി സ്പിരിച്വലായി പ്രോഗ്രസ് ചെയ്യാത്തതിന്റെ ഇമ്മച്യൂരിറ്റിയുടെ മാർക്കുകളാണ് ലേഖനകാരൻ ഇവിടെ പറയുന്നത്. അവിടെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അവർ റെഡിയാണോ? സോ കൺസേണിങ് അബൌട്ട് ദ റെഡിനെസ് ഓഫ് ദ റീഡേഴ്സ്, listening about the spiritual, the heavenly priesthood of Christ. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതെങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് തന്റെ ചിന്ത.
അപ്പോൾ 11-ാം വാക്യത്തിലെ ആ പദപ്രയോഗം മലയാളത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? കേൾക്കുവാൻ എന്തുവായി തീർന്ന് എഴുതിയിരിക്കുന്നത്? മാന്യമുള്ളവരായി തീർന്നു. Concerning him we have much to say and it is hard to explain since you have become dull of hearing. കേൾക്കാൻ മാന്യമുള്ളവരായി തീർന്നു. അതാണ് ഒന്നാമത്തെ സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റിക്ക്, ആത്മീയമായി പുരോഗതി പ്രാപിക്കുവാൻ അല്ലെങ്കിൽ മച്യൂർ ആകുവാൻ, ആത്മീയമായി ഒരു പ്രാഗൽഭ്യം പ്രാപിക്കുവാൻ കഴിയാത്തതിന്റെ ഒന്നാമത്തെ മാർക്ക്, ഒന്നാമത്തെ അടയാളം വചനം കേൾക്കുന്നതിന് മാന്യമുള്ളവരായി തീർന്നു എന്നുള്ളതാണ്. നമ്മൾ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അതിന്റെ മേളത്തെ അധ്യായങ്ങൾ നമ്മൾ 2-ാം അധ്യായം പഠിച്ചതാണ്. അവിടെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. അപ്പോൾ ഒഴുകിപ്പോകാനുള്ള സാധ്യത, വചനം നമ്മുടെ ജീവിതത്തിൽ വേണ്ട പോലെ ഉറയ്ക്കുവാൻ കഴിയാത്തത്, അതാണ് ഒന്നാമതായി നമ്മൾ ചിന്തിച്ചത്. അത് ബാക്ക്വേർഡ് ജേണിയാണ്. ആത്മീയരുടെ ജീവിതത്തിൽ പിന്മാറ്റ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയുടെ പടികളാണ്. ഒന്നാമതായി കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ കഴിയുന്നില്ല. വചനത്തിൽ ഡ്രിഫ്റ്റിംഗ് ഫ്രം ദ വേൾഡ്. രണ്ടാമതായി 3:7 മുതൽ 4:13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ അവിടുത്തെ വിഷയം എന്താണെന്നറിയാമോ? ഇറങ്ങി പുറപ്പെട്ട ആളുകൾ കനാനിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം അവർ വചനത്തെ സംശയിക്കുന്നവരായിരുന്നു. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ കനാൻ നാടിന്റെ അടുത്തു വരെ വന്നതാണ്. എന്നാൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ അവർ പറയുകയാണ്, അവിടെ അനാക്യമല്ലന്മാരുണ്ട്, നമുക്കത് പിടിച്ചെടുക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരാം, ആ ദേശം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. മോശയും യോശുവയും നൂന്റെ മകനായ കാലേബും ഒക്കെ പറഞ്ഞു, ദൈവം നമുക്ക് തരുമെന്ന്. അവർ വചനം വിശ്വസിച്ചു, എന്നാൽ ജനങ്ങൾ വിശ്വസിച്ചില്ല. അപ്പോൾ ഒന്നാമതായി ഡ്രിഫ്റ്റിംഗ്, രണ്ടാമതായി ഡൗട്ടിംഗ്, ഇവിടെ ഇപ്പോൾ ഡൾനെസ്. വചനത്തിൽ നിന്ന് വചനം കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊണ്ടില്ല, അത് ഒഴുക്കി വിട്ട് കളഞ്ഞു. അത് വേണ്ട പോലെ വചനം ഉറയ്ക്കുവാനായിട്ട് സാധിച്ചില്ല. രണ്ടാമതായി വചനം സംശയിച്ചു. ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എത്ര കേട്ടാലും അകത്തോട്ട് കയറത്തില്ല. മാന്യമുള്ളവരായി തീർന്നു, ഡൾനെസ് ഉള്ളവരായി തീർന്നു. അതൊരു വലിയ ആത്മീയ രോഗമാണ്. ആത്മീയമായി നമുക്ക് വചനം കേൾക്കുവാൻ ഉള്ളതായ താല്പര്യമില്ലാതെ മാന്യമുള്ളവരായി തീരുക എന്നുള്ളത് ആത്മീയമായുള്ള ഒരു രോഗമാണ്. എന്ന് പറഞ്ഞാൽ അത് വചനം കേൾക്കാൻ അണേബിൾ ടു ലിസൺ, അണേബിൾ ടു റിസീവ് ആൻഡ് അണേബിൾ ടു ആക്ട് ഓൺ ഇറ്റ്. അതാണ് ദൈവമക്കൾക്ക് ഉണ്ടാകാവുന്ന ഒരു വലിയ കുഴപ്പം. നമുക്കൊക്കെ സ്പിരിച്വൽ സിക്നെസ് ഉണ്ട്, അല്ലെ? ശാരീരികമായി രോഗമുള്ള പോലെ ആത്മീയ രോഗങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് ഡോക്ടറുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. നമുക്ക് ദൈവത്തിന്റെ വചനമാണ് മരുന്നായിട്ടുള്ളത്. നമുക്ക് വേണ്ട പോലെ ഇത് ഉപയോഗിക്കുവാൻ കഴിയാതിരിക്കുന്നെങ്കിൽ, വചനം കേൾക്കുവാനോ വചനം പഠിക്കുവാനോ നമുക്ക് കഴിയാതെ ഇരിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ആത്മീയ രോഗമാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ ഉള്ള ആളുകളെ കുറിച്ച് ഇവിടെ പ്രായ ക്രിസ്ത്യാനികൾക്ക് പറ്റിയിരിക്കുന്നത് അവര് മാന്യമുള്ളവരായി തീർന്നു വചനത്തോട്. എന്നാൽ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, ഒരു വാക്യമുണ്ട്. 1 തെസ്സലോനി 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1 തെസ്സലോനി 2:13 അവരോട് പറയാണ്, നിങ്ങളോട് ഞങ്ങൾ സുവിശേഷം അറിയിച്ചു. അവർക്ക് മാന്യം ഉണ്ടായിരുന്നില്ല, അവർ ഡള്ളായിരുന്നില്ല. എന്നാൽ അവരെങ്ങനെ അത് സ്വീകരിച്ചെന്നാണ് അവിടെ പറയുന്നത്. വായിച്ചാട്ടെ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യൻ പറഞ്ഞതുപോലൊന്നും അല്ല, സാധാരണ മനുഷ്യൻ പറഞ്ഞ പോലല്ല അവർ കേട്ടത്. പിന്നെ അവരെങ്ങനെയാ കേട്ടത്? സാക്ഷാൽ വചനം ആകുന്നത് പോലെ. അവരെന്ത് ചെയ്തു? ആ വചനം കേട്ടു, ആ വചനമായിട്ട് അത് റിസീവ് ചെയ്തു, അത് കൈക്കൊണ്ടു. ഞാൻ അടുത്തൊരു പദപ്രയോഗമുണ്ട്, സാക്ഷാൽ വചനമായിട്ട് അത് എടുത്തു എന്ന് മാത്രമല്ല, ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കും. അടുത്തത് വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു. അതാണ് അവിടെ വന്നിരിക്കുന്ന പ്രത്യേകത. ആ വചനം അവരെ വചനമായിട്ട് തന്നെ എടുത്തത് കൊണ്ട്
കൊണ്ട് അത് അവരിൽ അത് വ്യാപരിക്കുവാൻ തക്ക ഇടയായി തീർന്നു. കേട്ട് അത് പ്രയോജനകരമായി തീരാതെ, വചനത്തോട് അവർ മാന്യമുള്ളവരായി തീരാതെ അത് അവരുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ തക്ക ഇടയായി തീർന്നു. പറഞ്ഞു വന്നതിന് ചുരുക്കം ഇതാണ്, സ്പിരിച്വൽ ബാക്ക് സ്ലൈഡിങ്, ആത്മീയമായി പിന്മാറി പോകുന്നതിന്റെ സിംറ്റം, ആ രോഗത്തിന്റെ ഒന്നാമത്തെ സിംറ്റം വചനം കേൾക്കാൻ താല്പര്യമില്ല. ബൈബിൾ ക്ലാസ് ആണോ നമുക്ക് പോകണ്ട, പാട്ട് തുടങ്ങുമ്പോഴത്തേനും വന്നാൽ മതി, അതൊരു രോഗമാണ്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ജോലിയൊക്കെ ചെയ്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷമം ഉള്ളത് കൊണ്ടാണ്. സൺഡേ സ്കൂളാണോ, അവിടുന്ന് എന്തോ കേൾക്കാനോ, ദൈവവചനം പഠിപ്പിക്കുന്നതാണോ, അവിടുന്ന് എന്തോ കേൾക്കാനോ, ഇത് ആത്മീയ രോഗമാണ്. വചനത്തോട് ഒരു ഡൾനെസ്. ഇന്ന് പ്രസംഗം ഒരു ഗുണവും ഇല്ലായിരുന്നു. എത്ര ശക്തമായിട്ട് പ്രസംഗിച്ചാലും ചിലർക്ക് അത് മാർക്കിടാനേ അറിയത്തുള്ളൂ. പ്രസംഗത്തിനെ കുറിച്ചുള്ള മുൻവിധിയും പ്രസംഗം കേൾക്കാനും അത് സ്വീകരിക്കാനും കഴിവില്ലായിരിക്കുകയാണ്. പണ്ട് ഒരപ്പനും അമ്മയും ആരാധന കഴിഞ്ഞു വീട്ടിൽ ചെന്ന കാര്യം ആരോ ഇവിടെ പ്രസ്താവിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു, ഇന്നത്തെ കൊയറിന്റെ പാട്ട് ഒരു ഗുണവുമില്ലായിരുന്നു. സിസ്റ്റർ പറഞ്ഞു, സഹോദരി പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇന്ന് പാസിന്റെ പ്രസംഗം ഒരു ഗുണവുമില്ലായിരുന്നു. പാസിന്റെ ഭാര്യ പിന്നെ വേറെ അഷേഴ്സിനെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചു മോൻ അടുത്തോണ്ട് പറയാ, ഏതായാലും നമ്മൾ കൊടുക്കുന്നത് $1 ഇത് കിട്ടിയില്ലയോ, അത് പോരായെന്നാ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അനേകരും വചനത്തോട്. ഞാൻ പറഞ്ഞു വന്നതിന് സാരം, വചനം കേൾക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ അതൊരു രോഗമാണ്. നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞ് പാല് കുടിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിന് രോഗമുണ്ടെന്നാണ്, അതിന് പ്രോബ്ലം ഉണ്ട്. ഞങ്ങളുടെ പിള്ളേർ കൊച്ചായിരുന്നപ്പോൾ കൊണ്ടുപോയ ഒരു ഡോക്ടർ, നല്ലൊരു ഡോക്ടറാണ്. ഇപ്പൊ അദ്ദേഹം റിട്ടയർഡ് ആയി. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡോക്ടർ ന്യൂബർഗ് എന്ന് പറയും. അദ്ദേഹം ഇതിനെക്കാട്ടി സാലിയോടാണല്ലോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ കുഞ്ഞ് പാല് കുടിക്കുന്നില്ലെങ്കിൽ അതിനെന്തോ അസുഖം ഉണ്ടെന്ന അർത്ഥം എന്നേ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അതുപോലെ ആത്മീയമായി വചനം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ആത്മീയമായി നാം രോഗികളാണ്. നമുക്കതിന്റെ ചികിത്സ ആവശ്യമാണ്, നമുക്കതിന്റെ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. നാട്ടിൽ പറയും വിരശല്യം ഉണ്ടെന്ന്. ഏതോ വിരശല്യം കാണും, ഏതോ അറ്റാക്ക് കാണും, ഏതോ എന്തോ ബാക്ടീരിയ കാണും, അണുക്കൾ കാണും, ആത്മീയമായി നമ്മെ നശിപ്പിക്കാൻ. അതുകൊണ്ട് അതിനാവശ്യമായ ട്രീറ്റ്മെന്റ് നമുക്ക് ആവശ്യമാണ്. ആത്മീയമായി മാന്യമുള്ളവരായി തീരുമാനമായി പാടില്ല. അപ്പോൾ ഒന്നാമതായി സ്പിരിച്വലായി ഇമ്മച്യൂരിറ്റി, അതിന്റെ പൂർണ്ണതയിൽ പ്രാഗൽഭ്യത്തിൽ മച്യൂർ ആകുവാൻ കഴിയാത്തതിന്റെ ഒന്നാമത്തെ സിംറ്റമാണ് വചനത്തോട് ഡൾനെസ് ഉള്ളവരായി തീരുക. അത് നമ്മൾ മറ്റാരെയും പ്രീച്ചറിനെയോ ടീച്ചറിനെയോ ഒക്കെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടാകുന്നില്ല. നാം വചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ അവിടെ നിശ്ചയമായി രൂപാന്തരം വരുവാനായിട്ട് ഇടയായിട്ട്. രണ്ടാമതായി 12ാമത്തെ വാക്യം നോക്കുക. അവിടെ പറയാണ്, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു വരുവാൻ ആവശ്യമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീയമായി വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾ എന്നും അങ്ങ് ഇരിക്കണമെന്നല്ല. കുറച്ച് കഴിയുമ്പോൾ ഷെയർ ചെയ്യുന്നവരായിരിക്കാം. എന്താണ്, എല്ലാവർക്കും ഒത്തിരി പഠിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, എല്ലാവർക്കും ഒത്തിരി പ്രസംഗിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, ഒത്തിരി പേർക്ക് കഴിഞ്ഞെന്ന് വരും. എന്നാൽ നമ്മുടെ കടമ നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു മറ്റുള്ളവരോട് പറയണം. ഷെയർ അവർ എക്സ്പീരിയൻസ്. അത് ഷെയർ ചെയ്യുവാൻ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. ഷെയർ ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ അത് ആത്മീയമായി ഇമ്മച്യൂരിറ്റിയാണ്. കർത്താവിനെ സാക്ഷിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ചർച്ചിലെ കാര്യമല്ല, വെളിയിൽ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ കഴിയുന്നില്ല എങ്കിൽ, യേശു രക്ഷിക്കുന്നവനാണ്, യേശു മതിയായവനാണ്, യേശു പ്രാർത്ഥന കേൾക്കുന്നവനാണ്, ഇത് പറയുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റിയാണ്. സ്പിരിച്വലായി നാം വളർന്നിട്ടില്ല. ഷെയർ ചെയ്യാത്ത കാര്യം നമുക്കറിയാം. കൊച്ചു കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങൾക്ക് ഉള്ള വലിയ കുഴപ്പം, മിക്ക കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ്, കുഞ്ഞുങ്ങളുടെ എല്ലാം പ്രത്യേകതയാണ്. അവരുടെ ചോയി വേറൊരാൾ എടുക്കാൻ ഇഷ്ടമാണ്, അവരുടെ ഒരു സാധനം എടുക്കാൻ ഇഷ്ടമാണ്, അവരുടെ സാധനങ്ങൾ ആർക്കും ഷെയർ ചെയ്യത്തില്ല. അപ്പൊ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ മെച്യൂരിറ്റി പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നെബിലിറ്റി ടു ഷെയർ, അതാണ് അവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അടുത്ത 12-13 വാക്യങ്ങളിലെ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് കട്ടിയായുള്ള ആഹാരം തരുവാനായിട്ട് കഴിയത്തില്ല, പാലാണ് ആവശ്യമായിരിക്കുന്നത്. അതിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ബേബി ഫുഡ് ഡയറ്റ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ദൈവത്തിന്, ഇപ്പൊ ഈ വാക്കുകളെല്ലാം വായിച്ചിട്ട് നാളവും എല്ലാവരും പാല് കുടിക്കാതിരിക്കരുത്, അങ്ങനെയല്ല. അതിന്റെ അർത്ഥം പാല്
മച്യൂരിറ്റി പ്രാപിക്കാത്തവർക്കോ അക്ഷരികമായി ഇത് ആവശ്യമാണ്. എന്നാൽ ആത്മീയമായി ഇവിടെ എന്താണ് പാല്, ആത്മീയമായി എന്താണ് കട്ടിയുള്ള ആഹാരം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, മറ്റു ഭാഗങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ അവിടെ കാണുവാനായി സാധിക്കുന്നത് ആരോഗ്യം അല്ലെങ്കിൽ കുഞ്ഞിന് ആദ്യം കട്ടിയായ ആഹാരമല്ല കൊടുക്കുന്നത്, ആദ്യം അതിന്റെ ബേസിക് ഫുഡാണ് കൊടുക്കുന്നത്. അത് പാല്, അല്ലെങ്കിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ സ്വർഗ മഹിമകളെ വിട്ട് ഭൂമിയിലേക്ക് വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. അതെല്ലാമാണ് അവന്റെ വാട്ട് ജീസസ് ഡിഡ് ഓൺ എയർ, ഹിസ് ബർത്ത്, ഹിസ് ലൈഫ്, ഹിസ് ടീച്ചിങ്, ഹിസ് ഡെത്ത്, ഹിസ് ബറിയൽ, ഹിസ് റിസറക്ഷൻ. ഇതെല്ലാമാണ് ആത്മീയ രീതി ഭാഷയിൽ പറഞ്ഞാൽ പാൽ എന്ന് പറയുന്നത്. എന്നാൽ മച്യൂരിറ്റി പ്രാപിച്ചവർക്ക് കട്ടിയായ ആഹാരം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമായി അവൻ പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു, അവൻ മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു, അവന്റെ ഹെവൻലി മിനിസ്ട്രിയാണ് ആ കട്ടിയായുള്ള ആഹാരം എന്ന് പറയുന്നത്. അവൻ മീറ്റ് എന്ന് പറയുന്നത് നൗ വാട്ട് ഹി ഈസ് ഡൂയിങ് ഇൻ ഹെവൻ. ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് ബിഗിൻ വിത്ത് ജീസസ്, വാട്ട് ഹി ഡിഡ് ഓൺ എയർ. എന്നാൽ ഗ്രോ ചെയ്യുന്തോറും അവന്റെ സ്വർഗത്തിൽ അവൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അൺഫിനിഷ്ഡ് വർക്ക് അത് ഓർത്ത് അത് അറിഞ്ഞ് നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ബേബി ഫുഡ് ഡയറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മീയമായ ഇമ്മച്യൂരിറ്റിയെ കാണിക്കുന്നതാണ്. ഇനി 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുവാനുള്ളതായ ആ സ്കിൽ ഇല്ലാതെ ആയിരിക്കുക, അൺസ്കിൽഫുൾ ഇൻ യൂസിങ് ദ വേർഡ്. വചനം വേണ്ട പോലെ ഉപയോഗിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ഗ്രഹിക്കുവാൻ കഴിയാത്തതായ അവസ്ഥ. ഡെയിലി ലൈഫിൽ ദൈവത്തിന്റെ വചനം ഗ്രോ ചെയ്യുവാനായി നമ്മെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം എപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വലായി ഇവിടെ പറയുന്ന ഇന്ദ്രിയങ്ങൾ അഭ്യസിച്ച തരക്കാത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായിരിക്കുകയാണ്. സ്പിരിച്വൽ സെൻസസ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? സ്പിരിച്വലായി കാര്യങ്ങൾ ഗ്രഹിക്കേണ്ട പോലെ ഗ്രഹിക്കുവാനിടയാകണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്പിരിച്വൽ ഡിസൈൻമെന്റ്, വിവേചിച്ചറിയുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം ആത്മീയർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകത ഏതാണ്? നമുക്കറിയാം, ഒരു കുഞ്ഞിന്റെ പ്രത്യേകത നമ്മള് സൂക്ഷിച്ചില്ലെങ്കിൽ കൈ കിട്ടുന്ന എല്ലാം എടുത്ത് വായിലിടും. ഒരു ബഗ് അതിലെ പോവുകയാണെങ്കിൽ അതിനെ പിടിക്കാൻ നോക്കുമെങ്കിൽ പിടിക്ക്, അതിനെ എടുത്ത് വായിലിടും. അത് കുഞ്ഞിന്റെ പ്രത്യേകതയാണ്. മണ്ണ് കണ്ടാല് എന്തുവരും കൈ കിട്ടുന്നതെല്ലാം എടുത്ത് വായിലിടുക എന്ന് പറയുന്നത് ആരുടെ പ്രത്യേകതയാ? ബേബീസിന്റെ, മച്വർ ആകാത്തവര്. ഇതാണ് സ്പിരിച്വലായി മച്വർ ആകാത്തവര് ഏത് പ്രസംഗം കേട്ടാലും നല്ലതാണെന്ന് വിചാരിക്കും, ഏത് ഉണർവയോഗവും നല്ലതാണെന്ന് വിചാരിക്കും. ഡിസൈൻ ചെയ്യുവാൻ കഴിവില്ലാതെ വരും. ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതായ ഈ വ്യവസ്ഥയ്ക്ക് അനുസരണമല്ലാത്ത കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഡിസൈൻമെന്റ് ആർക്കാ കിട്ടുന്നത്? മച്വറായ ഒരു ക്രിസ്ത്യാനിക്ക് കിട്ടുകയുള്ളൂ. അത് വളരണം. ആ വളർച്ച നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. 34-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണെന്ന് ടേസ്റ്റ് ചെയ്യണം. എന്നാൽ ടേസ്റ്റ് ചെയ്യുക മാത്രമല്ല, നാം ആത്മീയമായി എന്തെല്ലാം നമ്മുടെ അവയവങ്ങളിലെല്ലാം വചനം എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 13:16. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും. സ്പിരിച്വലായ കാര്യമാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ട്. നമ്മുടെ ആത്മീയ കണ്ണിന് കാഴ്ചയുള്ളതായിരിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയാണ്, സെൻസസ്. വായെ കുറിച്ച് പറഞ്ഞു, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ഗോഡ് ഈസ് ഗുഡ്. അത് 36-ാം സങ്കീർത്തനത്തിൽ കർത്താവ് ഇവിടെ പറയാണ്, നമ്മുടെ ആത്മീയ കണ്ണ് കാഴ്ചയുള്ളതായിരിക്കണം. കണ്ണ് കാണുന്നതാകൊണ്ടും ചെവി കേൾക്കുന്നതായതുകൊണ്ടും ഇന്നർ സ്പിരിച്വൽ സെൻസസ്, നമ്മുടെ ആത്മീയമായി അകത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കണം. അത് എങ്ങനെയാണ്? അത് എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. വചനം കേൾക്കുവാൻ ആത്മീയമായി കാഴ്ചയുള്ളവരായി, കേൾവിയുള്ളവരായി, ദൈവത്തെ ടേസ്റ്റ് ചെയ്തവരായി നാം വളരുവാൻ കൊണ്ട് ഇടയായി തീരണം.
തിമോഥെയോസിന്റെ ലേഖനത്തിലും പൗലോസ് തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഭാഗമുണ്ട്. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. അവിടെയും അപ്പോസ്തലനായ പൗലോസ് ഇതിനോട് ചേർത്ത് തന്നെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നാം എന്താണ് കേൾക്കുന്നതെന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്നതാണ്. ഭക്തിവിരുദ്ധമായ കിഴവി കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം, എക്സർസൈസ്. ഈ തിമോഥെയോസ് ലേഖനമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ ഇവിടെ തന്നെ. അപ്പോൾ അത് അഭ്യാസം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. But have nothing to do with worldly fables, fit only for old women. On the other hand, discipline yourself for the purpose of godliness. For bodily discipline is only of little profit, but godliness is profitable for all things, since it holds promise for the present life and also for the life to come. Spiritual ആയുള്ള എക്സർസൈസ് നമുക്ക് ആവശ്യമാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ആവശ്യമാണ്. ഒരു ദൈവദാസൻ, ഞാൻ പറഞ്ഞുവല്ലോ, വാറൻ വിസ്പിയുടെ ബുക്കാണ് ഞാൻ കൂടുതലായി ഇവിടെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു വേറൊരു പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ ഒരു പാസ്റ്റർ അടുത്തിരുന്നോണ്ട് പറഞ്ഞു, ഒത്തിരി ബിലീവേഴ്സ് ബിറ്റ്വീനേഴ്സാണ്, ഇടയ്ക്കുള്ളവരാണ്. അപ്പോൾ ഈ വാറൻ വെസ്പി ചോദിച്ചു, എന്താ ബിറ്റ്വീനേഴ്സ് എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, കനാനിൽ ഇറങ്ങി പുറപ്പെട്ടു, മിസ്രൈമിൽ ഇറങ്ങി പുറപ്പെട്ടു, കനാനിലോട്ട് ചെന്നിട്ടുമില്ല. They left the Egypt but not entering the Canaan. In between, അവിടെ കിടക്കുക. They have Good Friday but they didn't enter the Easter Sunday. അതിന്റെ ഇടയ്ക്ക് കിടക്കുന്നവരാണ്. ആത്മീയമായി മച്യൂരിറ്റി പ്രാപിച്ചിട്ടില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗാരോഹണം ചെയ്തു, അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മച്യൂറായിട്ടുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഹെവൻലി മിനിസ്ട്രിയെ കുറിച്ചുള്ള അറിവ് നമുക്കുള്ളവരായി ആത്മീയമായി ദിനംതോറും വളരുവാൻ നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് തടസ്സമായി ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കി നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം.